പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 25 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. എല്ലാത്തിനും കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തതിനും കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തു പരിപാലിച്ചു. രാത്രിയിലും നമുക്ക് ആവശ്യമായ ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കൈകളെ ഉയർത്തി പറ, കർത്താവെ, രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ആമേൻ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചു. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ ഉണർന്ന് കർത്താവിന് സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷവും അതുപോലെ തന്നെ നന്ദിയും വേണം. കാരണം കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റത്. കർത്താവിൻ്റെ കരുണയാലാണ് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത്. ആമേൻ. കർത്താവ് ഉണർത്തിയത് കൊണ്ടല്ലേ നമ്മൾ ഉണർന്നത്. അതിനായിട്ട് കർത്താവെ, അങ്ങേക്ക് സ്തോത്രം. അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവിന് നന്ദി. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും. വിശ്വാസത്തോടെ നമ്മൾ കാണുക, യഹോവ നിസ്യായി നമ്മുടെ കൂടെ ഇരുന്ന്, യഹോവ നല്ല ഇടയനായി നമ്മുടെ കൂടെ ഇരുന്ന് ഈ പകൽക്കാലം നടത്തും. അവൻ നമ്മളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് നടത്തും. ആമേൻ ആമേൻ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവി. ഈ പകൽക്കാലം ഒരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്ങിൽ അങ്ങ് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, വരുവീൻ എന്നാ പറയുന്നത്. കർത്താവിനെ സ്തുതിക്കുവാൻ വരുവീൻ. അതെ, 95:1 പറയുന്നു, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക. നമ്മുടെ കർത്താവ് മഹാദൈവമല്ലോ. അമേൻ അമേൻ. വരുവീൻ, വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. അമേൻ. കർത്താവ് നമ്മുടെ ദൈവമാകുന്നു, നാം കർത്താവ് മേയിക്കുന്ന ജനവും കർത്താവിൻ്റെ കൈക്കലെ ആടുകളും തന്നെ. സന്തോഷത്തോടെ 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 നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പോൾ ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹിമപ്പെടുന്ന ഒരു പകൽക്കാലമായി തീരണം. അങ്ങയെ ഉയർത്തുവാൻ ആമേൻ ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ അങ്ങയെ ഉയർത്തുന്ന പകൽക്കാലമായി മാറട്ടെ. ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുന്ന പകൽക്കാലമായി മാറട്ടെ. ഞങ്ങളിലൂടെ രോഗികൾ സൗഖ്യമാകുന്ന പകൽക്കാലമായി മാറട്ടെ. യേശുവായെ ഉയർത്തുവാൻ ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾക്ക് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വയറിനകത്തുള്ള അസ്വസ്ഥതകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ബ്ലഡിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, ബ്ലഡിനകത്തുള്ള ഇൻഫെക്ഷനുകൾ, ബ്ലഡിനകത്തുള്ള കുറവുകൾ, ബ്ലഡിനകത്തുള്ള കൂടുതലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവൻ ബ്ലഡ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുദ്ധമാകട്ടെ. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിക്നസ്സുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. ബ്ലഡ് ലൂസാകുന്നു, ബ്ലഡ് ഹാർഡാകുന്നു, ആമേൻ, ബ്ലഡ് ക്ലോട്ടാകുന്നു. ഇങ്ങനെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എവറി ഇഷ്യൂസ് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിളർച്ചകൾ, അനീമിക്കായിട്ടുള്ള അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിളർച്ചകൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിളർച്ചകൾ മാറട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഇന്ന് പ്രഭാതത്തിൽ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവെ അങ്ങ് വിടുതൽ അയക്കണമേ. കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുവാൻ, വീടിൻ്റെ വാടക കൊടുക്കുവാൻ, ഇലക്ട്രിസിറ്റി വാട്ടർ ബിൽ അടയ്ക്കുവാനൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിൻ നാമത്തിൽ മാറി ദൈവിക സമൃദ്ധി തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേൻ. ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ കർത്തൃ ദിവസം ലോകവ്യാപകമായി സഭായോഗങ്ങൾ, ആരാധനകൾ നടക്കുന്ന ദിവസം വലിയ ഉണർവുണ്ടാകണമേ, വലിയ ചലനങ്ങൾ ഉണ്ടാകണമേ ലോകവ്യാപകമായി. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയിൽ മുന്നേറുവാൻ കർത്താവിൽ നിങ്ങളെല്ലാവരെയും ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആലോചന ഉത്തമഗീതം, സോങ് ഓഫ് സോളമൻ, ഉത്തമഗീതം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. അപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന വചനമെന്ന് പറയുന്നത്, നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും കോംപ്രമൈസ് ചെയ്യൽ. ഇവിടെ പറഞ്ഞ ചെറു കുറുക്കന്മാർ കയറിയാലും മുന്തിരിത്തോട്ടം നശിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കോംപ്രമൈസുകൾ, ചെറിയ ചെറിയ പാപങ്ങളെ നമ്മൾ അനുവദിക്കുമ്പോൾ അത് ഭാവിയിൽ വലിയ ഭവിഷ്യത്തുകൾ, വലിയ പാപങ്ങളിലേക്കുള്ള വഴി തുറക്കപ്പെടാൻ കാരണമാകും. നമ്മൾ പറയാറില്ലേ, ഈ മോഷണമൊക്കെ നടത്തുന്നവർ ആദ്യമേ വലിയ ബാങ്ക് കൊള്ളയോ അല്ലെങ്കിൽ വലിയ വലിയ കവർച്ചകളൊന്നും അല്ല നടത്തുന്നത്. അവർ ചെറിയ ചെറിയ മോഷണങ്ങൾ, മറ്റുള്ളവരുടെ പറമ്പിൽ കിടന്ന് തേങ്ങായും വാഴക്കൊലയൊക്കെ വെട്ടി ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തിയാണ് ഇവർ വലിയ മോഷ്ടാക്കളായിത്തീരുന്നത്. ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ അത് വലിയ തെറ്റുകളിലേക്കുള്ള വഴികളെ തുറക്കുവാൻ കാരണമാകും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങും. ദൈവത്തിന് കീഴടങ്ങും പറഞ്ഞാൽ ദൈവവചനത്തിന് കീഴടങ്ങും. കർത്താവിൻ്റെ വചനത്തോടെ നമ്മൾ കോംപ്രമൈസിന് പോകരുത്. വചനത്തിൽ എന്തു പറയുന്നു, അത് ചെറിയതായാലും വലുതായാലും അത് സാരമില്ലല്ലോ എന്ന് പറയാതെ ആ വചനത്തെ നമ്മൾ കീഴടങ്ങി അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് നമ്മൾ വചനത്തോട് നമ്മൾ സഹകരിച്ചിട്ട് എന്ത് ചെയ്യണം, പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. ചെറിയ ചെറിയ പ്രലോഭനങ്ങൾ വരുമ്പോൾ, ചെറിയ ചെറിയ രീതിയിലുള്ള പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് എതിർത്ത് നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ ടെംപ്റ്റേഷൻസുകൾ, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 16 പറയുന്നില്ലേ, നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായാൽ കർത്താവ് എന്ത് ചെയ്യും, നമ്മളെ അധികത്തിൽ വിശ്വസ്തരാകാൻ കാരണമാക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ വലിയ തെറ്റുകളിലൂടെ ആയിരിക്കത്തില്ല ആരംഭിക്കുന്നത്. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ യേശു പറയുന്നത് ഭാവിയിൽ അത് വലിയ കാര്യങ്ങൾക്ക് യേശു പറയാൻ കാരണമാകും. ഇന്ന് നമ്മൾ എന്തിനെ നമ്മുടെ ജീവിതത്തിൽ ടോളറേറ്റ് ചെയ്യുന്നു, അതായത് ചെറിയ തെറ്റുകളെ നമ്മൾ ടോളറേറ്റ് ചെയ്യുമ്പോൾ നാളെ നമുക്ക് അതിനെ ജയിക്കാൻ മേലാതാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. നമുക്കറിയാം സാംസന് പറ്റിയ പരാജയം, ശിംശോന് പറ്റിയ പരാജയം നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 16-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ ശിംശോൻ വീണത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല. ശിംശോൻ എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുവാനും ആഗ്രഹിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, ടെംപ്റ്റേഷനുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നു. ഫൈനലി എന്താ ചെയ്തത്, അവൻ്റെ ശക്തിയും നഷ്ടപ്പെട്ടു, അവൻ്റെ ഭാവിയും നഷ്ടപ്പെട്ടു. അപ്പം എന്താ പരിശുദ്ധന്മാർ പറയുന്നത്, കോംപ്രമൈസ് എന്ന് പറയുന്നത് പ്രോഗ്രസീവാണ്. ഗ്രാജുവലി നമ്മൾ ചിലത് ചെയ്ത് എന്ത് വരും, അത് നമ്മൾ പറയത്തില്ലേ, നമ്മുടെ കയ്യെ തഴമ്പ് വരും. നമ്മളിപ്പം ഒരു തൂമ്പ പിടിച്ച് പറമ്പിൽ പണിയാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം 2-ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും കയ്യിലെല്ലാം കുമള വരും. ആ കുമള വരുമ്പോൾ നമുക്കൊരു വേദനയുണ്ടാകും. അവിടെ വെച്ച് നമ്മൾ നിർത്തിയാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ കുറച്ച് മുന്നോട്ട് ദിവസം തോറും തൂമ്പ കൊണ്ട് നമ്മൾ പണിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ ആ കയ്യിൽ ഇങ്ങനെ തഴമ്പ് വന്ന് കട്ടിയാകും. പിന്നെ നമുക്ക് ഈ പിച്ചാത്തി പിടിക്കുമ്പോഴോ തൂമ്പ പിടിക്കുമ്പോഴോ കോടാലി പിടിക്കുമ്പോഴോ ഒന്നും അറിയത്തില്ല. കാരണം എന്നാ, കയ്യെ നല്ല തഴമ്പാണ്. ഇതുപോലെ ചെറിയ പാപങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത് പാപമാണെന്നൊരു തോന്നൽ വരാതാകും. പാപമാണ്, ചെയ്യരുതെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരാതാകും. അതുകൊണ്ട് ചെറിയ കള്ളം പറഞ്ഞു, അത് കഴിഞ്ഞ് ഇച്ചിരൂടെ വലിയ കള്ളം പറഞ്ഞു, പിന്നെ കുറച്ചുകൂടെ വലിയ കള്ളം പറഞ്ഞു, പിന്നെ നമുക്കിത് കള്ളമാണെന്ന് നമുക്ക് തോന്നൽ, പാപമാണെന്നുള്ള ഒരു തോന്നൽ നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ മേലാതെയായിപ്പോവും. എന്നാൽ ജോസഫിനെ നോക്കിയേ, ജോസഫ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ല. പാപത്തിൻ്റെ സാഹചര്യം വന്നപ്പോൾ ജോസഫ് ഓടിക്കളഞ്ഞു, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞു. അതാണ് ജോസഫിനെ പോലെ ആയിരിക്കണം, ദാനിയേലിനെ പോലെ ആയിരിക്കണം നമ്മൾ. ദാനിയേലാണെങ്കിലും പ്രവാസ ജീവിതത്തിലാണെങ്കിലും എന്ത് ചെയ്തു, ചെറിയ കോംപ്രമൈസ്. അവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ദാനിയേൽ പറഞ്ഞു, നോ, ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല, എനിക്ക് എൻ്റേതായ വ്യവസ്ഥകളുണ്ട്, അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, ചെറിയ തെറ്റുകൾ പോലും, ചെറിയ കോംപ്രമൈസുകൾ പോലും, ഓഫീസിലെ ചെറിയ കോംപ്രമൈസ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ചെറിയ കോംപ്രമൈസുകൾ, കുടുംബജീവിതത്തിലെ ചെറിയ കോംപ്രമൈസുകൾ, ഒന്നും നമ്മൾ വഴങ്ങരുത്. കർത്താവിൻ്റെ ഇഷ്ടമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ
ആമേൻ സംഭവിക്കാൻ സമ്മതിക്കല്ലേ. ഡോണ്ട് ജസ്റ്റിഫൈ സ്മോൾ സിൻസ്. ചെറിയ തെറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പോകല്ലോ. അതിനെ നമ്മൾ ദൈവസന്നിധി മുട്ടോടെ നിന്ന് കരയണം. കർത്താവേ, എന്നിൽ വന്ന ഈ ചെറിയ തെറ്റ് ഞാൻ അക്നോളജ് ചെയ്യുന്നു, തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ആ തെറ്റിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ മാത്രമേ ആമേൻ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഈ വണ്ടിയുടെ ഗ്ലാസ്സുകളൊക്കെ പൊട്ടുന്ന കണ്ടിട്ടില്ലേ? ചെറിയതായിട്ട് ആദ്യം പൊട്ടുന്ന ഈ കല്ലൊക്കെ കൊണ്ടിട്ട് ചെറിയൊരു പൊട്ടലുണ്ടാകും. പക്ഷേ ആദ്യം നമ്മൾ നോക്കുമ്പോൾ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ക്രാക്കല്ല ഉള്ളൂ. പക്ഷേ അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾക്കറിയാമോ, ആഴ്ചകൾ കഴിയുമ്പോൾ ആ പൊട്ടൽ ഇങ്ങനെ നീണ്ട് അവൻ വലിയ പൊട്ടലായി അവസാനം ഗ്ലാസ് മുഴുവൻ പൊട്ടിപ്പോകാൻ ഇടവരും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ചെറിയ തെറ്റുകളെ ഒന്നിനെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കരുത്. ചെറിയ തെറ്റുകളെ ഒന്നിനെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കരുത്. അവൻ സാരമില്ല, ചെറുതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഭാവിയിൽ നമ്മളെ അത് പിടിച്ചു കുലുക്കും, നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയും, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ തന്നെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ അന്യോന്യം എൻകറേജ് ചെയ്യണം. ചെറിയ തെറ്റിൽ പോലും ആരും വീഴാതെ കർത്താവിൽ ആശ്രയിച്ച് അവൻ ജയം പ്രാപിച്ചു പോകുവാൻ കർത്താവ് നമ്മളെ ഇടവരുത്തട്ടെ. അവൻ കരമുയർത്തി പറ, ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. അത് വലിയതായാലും ചെറുതായാലും ഞാൻ കോംപ്രമൈസിന് പോകത്തില്ല. അവൻ ദൈവിക നീതിയിൽ ജീവിപ്പാൻ ഞാനിന്ന് എന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാനിന്ന് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, ഹല്ലേലൂയ, എന്നെ ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അല്പത്തിൽ വിശ്വസ്തനായിരിക്കും. അപ്പോഴാണ് കർത്താവ് എന്നെ അധികത്തിൽ കാര്യസ്ഥനാക്കുന്നത്. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ വിശ്വസ്തരായി നിൽക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണം. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുവാൻ സഹായിക്കണം. ഒരു തെറ്റിലും ചെന്ന് വീഴാതെ പാപത്തോട് എതിർത്ത്, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചെറിയ കോംപ്രമൈസ് പോലും ഒരു ദൈവവൈതൽ ചെയ്യാൻ പാടില്ല കേട്ടോ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമ്മളെ കർത്താവ് തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.